പെങ്കൊച്ചിന്റെ വീഡിയോ ഞാൻ കണ്ടു. എന്തറിഞ്ഞിട്ടാണോ ഇങ്ങനെ കിടന്ന് തുളവർക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരു പെങ്കൊച്ചിൻ്റെ വീഡിയോ കണ്ടു. ഒരു പെങ്കൊച്ചല്ല, ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തറിഞ്ഞിട്ടാണോ തൊള്ള തുറക്കുന്നത് ചോദിക്കുന്നതിന് മുമ്പ് നീരജ തന്നെ എന്ത് വേണോ, നിങ്ങൾ അപരാധങ്ങൾ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് നീരജ ഒരു ഫേക്ക് ലെറ്റർ, നീരജ മൂസ ഈ ഒരു കമ്പനിയിൽ ഇനി ജോലി ചെയ്യുന്നില്ല എന്ന് ആരും ഒരാൾ അടിച്ചിറക്കിയ ഫേക്ക് ലെറ്റർ വെച്ചിട്ട് ഇത്രയും പേരും ഒരു നെഗറ്റീവായിട്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുന്നു. ലൈക്ക് ജോലി പോയി എന്തിനാണ്? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നീരജ അമ്മൂസിന്റെ വിഷയം ഇത് നീരജയെ അറിയുന്ന ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നീരജയെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ, ഇതിനകത്ത് ഒത്തിരി അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നീരജ ഇത് കാണുമെങ്കിൽ നീരജയോട് പറയാം, എൻ്റെ പൊന്നു കുട്ടി, ഞാനൊരു കാര്യം, നിങ്ങളെക്കാട്ടി എന്തായാലും കുറച്ച് ഓണം കൂടുതലുണ്ട്, അത് വലിയ സംഭവമൊന്നുമല്ല, എന്നാലും പറയാം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീഡിയോ ഇട്ടത്? എന്ത് ബോധിപ്പിക്കാനാണ്? നിങ്ങളൊരു സ്റ്റോറി ഇട്ടത്, അത് ശരിക്കും പറഞ്ഞാൽ അത് കാരണം കുറച്ച് ആൾക്കാർ അഫക്റ്റഡ് ആയിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യൂ, അഡ്മിറ്റ് ചെയ്യൂ. എന്തിനാ പൊതുസമൂഹത്തിലൊന്ന് നിരന്തരം വെല്ലുവിളിക്കുന്നത്? ഇന്നലെ ഇട്ട വീഡിയോ അത് മുക്കിയ വീഡിയോ ആണ് ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രധാനപ്പെട്ട വിഷയം. ആ ഒരു വീഡിയോക്കകത്ത് തന്നെ വീണ്ടും എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുള്ള എന്തോ സംതിങ് അതിനകത്ത് റോങ് ആയി പോയി എന്നുള്ളതായിരിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെന്നുള്ളൊരു വ്യക്തി മാത്രം അല്ല ഇപ്പോൾ സ്കാമിൻ്റെ അകത്ത്. നിങ്ങളെന്നുള്ള ഇപ്പം നോക്കൂ, ഇപ്പം എന്തൊരു സ്കാമിൻ്റെ പേര് പറഞ്ഞാൽ അപ്പോൾ ആദ്യം ഓർമ്മ വരുന്നതാ നീരജ അമ്മൂസ്. ഇതെന്താ നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോകുന്നു കേട്ടോ. നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സോറി. കാരണം ഇത് എന്നും ഇത് തന്നെ തുടർന്ന് ഓരോന്ന് ഇപ്പം ആൾക്കാർ സംസാരിക്കാതിരിക്കുമ്പോൾ അടുത്തൊരു ദിവസം വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തോ യൂട്യൂബിൻ്റെ അകത്തോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ അവരോട് പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുന്നിടത്തും അവിടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് സംസാരിക്കും. ആൾക്കാർ ചോദിക്കും, ആൾക്കാർ സംസാരിക്കും, ഇങ്ങനെയുള്ള വിഷയം നിലനിൽക്കുന്നുണ്ട് പറയും. അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഇതേ സമാനമായ രീതിയിൽ പറ്റിക്കുന്ന മറ്റു പേരുണ്ട്. ഒരുപാട് പേര് നിങ്ങളെ കാരണം ഇപ്പം ഇന്നാണ് രക്ഷപ്പെട്ടു പോകുന്നവരാണ് എനിക്ക് തോന്നുന്നത്. അതായത് നീരജ അമ്മൂസിൻ്റെ മേലിലേക്ക് ഒരു ചർച്ച വരുന്നതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉടായ്പ കാണിച്ച് ഇതുപോലെ പറ്റിക്കുന്ന ഒരുപാട് പേര് ഈ പരിപാടി നടക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ശ്രദ്ധിക്കേണ്ട. കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്നൊരു കാര്യത്തിൻ്റെ അകത്ത് സമാനമായിട്ടുള്ള കാര്യം സംഭവിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം കുറച്ച് ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നു. പാവം ഒരു പയ്യനെ, അതിൻ്റെ സംഭവം ക്ലിയർ ആവും തോന്നുന്നു. അപ്പോൾ അതിലേക്കൊന്നും ശ്രദ്ധ പോകാതെ ഇതിലേക്ക് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ നീരജയോട് പറയുന്നതാണ്, ഒരു കാര്യം പറയട്ടെ, ദയവായി നിങ്ങളെക്കുറിച്ച് ഒക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പലരും ഷെയർ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു 1% പോലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പുറത്തു വിട്ടിട്ടില്ല. അതെന്തെന്നറിയാമോ? അത് വളരെയധികം മോശമായി പോകും. അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യത്തുമില്ല, എനിക്ക് ചെയ്യാൻ താല്പര്യവുമില്ല. പക്ഷേ ഇത് നിങ്ങളിത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. സമൂഹത്തിൽ ചിലപ്പം ഈ എറണാകുളത്തിനെ കുറിച്ച് പണ്ടൊക്കെ പറഞ്ഞ ചില ഗുണ്ടകളുടെ പേരൊക്കെ പറയും, മരട് ഷാജി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കുമ്പോൾ ഇന്ന് എറണാകുളത്തിലുള്ള ചില ആൾക്കാരുടെ പേര് ചില തിയേറ്ററിൽ അറിയാമല്ലോ, ഞാൻ പറയുന്നില്ല, അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതിനും ആരാധകരുണ്ട്. അതുകൊണ്ട് എന്ത് തരത്തിലും അത് റീച്ചാണോ ഉദ്ദേശിക്കുന്നത്? എന്നാലും ഞാൻ ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയും ചെയ്തു, ഇവരെന്താണ് ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ള സംഭവം. അവർക്കൊന്നും സംഭവിക്കുന്നില്ല, അത് പൂർണ്ണ ബോധ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നിരിക്കുക. അതുകൊണ്ട് തന്നെയാണോ കാണിക്കുന്നത്? ഇപ്പം ജോലി പോയെന്നുള്ള കാര്യത്തിൻ്റെ പുതിയ എക്സ്പ്ലനേഷൻ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നു കുട്ടി. ഞാൻ പറയുന്നു, നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ കടന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഗുണം ചെയ്യുന്ന വിചാരിക്കരുത് കേട്ടോ. ഇത്ര എനിക്ക് തൽക്കാലം പറയാനുള്ളൂ. ഓക്കെ, എനിവേ, എന്താണ് പുള്ളിക്കാരത്തി പറയാനുള്ളതെന്ന് കേൾക്കാം. നീരജ അമ്മൂസിന്റെ ജോലി പോയി. കരഞ്ഞുകൊണ്ട് നീരജ തിരിച്ച് നാട്ടിലേക്ക്. UK വിസ സ്കാമറിന്റെ എല്ലാം അവസാനിച്ചു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും അടച്ചുപൂട്ടി. സോ ഹലോ മൈ ക്യൂട്ടീസ്, ഇറ്റ്സ് മീ യുവർ നീരജ അമ്മൂസ്, ഇന്ത്യൻ സീക്രട്ട് ഫുഡി. നീരജ അമ്മൂസിന്റെ ജോലി പോയി. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയൊക്കെ ചെയ്തു കൂട്ടി, അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. പിന്നെ അവൾ ചെയ്തതിനൊക്കെ ഫലം അവൾക്ക് കിട്ടി. കർമ്മ ഇസ് എ ബിച്ച്, കർമ്മ തിരിച്ചടിച്ചു. പിന്നെ അത് ചെയ്തു, ഇത് ചെയ്തു, അവൾ ഒരു പാഠം പഠിച്ചു. ഇവളെപ്പോലെ UK സ്കാം ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. അങ്ങനെ ഇങ്ങനെ തുടങ്ങിയ കുറേ രസകരമായിട്ടുള്ള വീഡിയോസും ഞാൻ കണ്ടു. അപ്പം കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, എന്താ പറയുന്നത് ഈ കുട്ടി? എത്ര വയസ്സായിട്ടുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ പറയട്ടെ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? താങ്കളൊരു തെറ്റ് ചെയ്യാത്ത, ഇതിനകത്ത് അബദ്ധം പറ്റാത്ത ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണോ? എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റും. നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഓക്കെ, ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ അതിൽ പെട്ടുപോയി. അതങ്ങ് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. എന്നിട്ട് അതിന് ശേഷം വന്നിരുന്ന് അതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേരുണ്ടാവും. കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളെ ഇപ്പോൾ സമാനമായ പല കേസുകളുണ്ട്. UK വിസ തട്ടിപ്പ് മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. എൻ്റെ ഇൻബോക്സിൽ ഇഷ്ടം പോലെ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് ഈ കൊണ്ടു കൊടുക്കുന്നവന്മാരെ ആദ്യം മടൽ വെട്ടി അടിക്കണം. സത്യം, ഇങ്ങനെ പൈസ കൊണ്ട് കൊടുക്കുന്നത് ഇല്ലീഗൽ ആണെന്നുള്ള അറിഞ്ഞിട്ടും ഇവന്മാരെ പോലുള്ള ആൾക്കാർ കൊണ്ട് പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നില്ലേ, അവരൊക്കെ ആദ്യം മടൽ വെട്ടി അടിക്കണം. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ പറ്റിക്കാൻ റെഡിയായിട്ട് വീണ്ടും നിൽക്കുന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഇത് നിങ്ങളുടെ ഒരു വീഡിയോ ഔട്ട് വരുമ്പോൾ നമ്മളടുത്ത് ഉടനെ തന്നെ കമൻറ്റ് ബോക്സിൽ നീരജയുടെ വീഡിയോ വരും. ഇൻബോക്സിൽ, കമൻറ്റ് ബോക്സിൽ ഒക്കെ വരും, വിളിച്ചും പറയും.
ഇതൊക്കെ വരുന്ന സമയത്ത് എന്തറിയാമോ, നമ്മളിത് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല, ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പ്ലീസ് ദയവായി നിർത്തൂ. ചേച്ചി എന്താ സംഭവം, ജോലി പോയോ, ജോലി സേഫ് ആണോ, ജോലി പോയോ, ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ ജോലി പോയെ. കുറെ പേര് അയക്കുന്ന മെസ്സേജ് നിനക്ക് തന്നെ വേണം ഡി, നിന്നെ ഇനി ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, അതാണ് ഇതാണ്. അപ്പം ഇതൊക്കെയാണ് കാരണം. അപ്പം ജോലി പോയോ ഇല്ലയോ എന്നതാണ് ഫസ്റ്റത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ. അതിന് മുന്നിൽ എനിക്ക് കുറച്ചധികം രസകരമായിട്ട് തോന്നിയ, ഇപ്പോഴും ഞാൻ പറയാണ്, വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ആരുടെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. ഒരു 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 പെങ്കൊച്ചിന്റെ വീഡിയോ ഞാൻ കണ്ടു. എന്തറിഞ്ഞിട്ടാണോ ഇങ്ങനെ കിടന്ന് തുളവർക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരു പെങ്കൊച്ചിൻ്റെ വീഡിയോ കണ്ടു, ഒരു പെങ്കൊച്ചല്ല, ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തറിഞ്ഞിട്ടാണോ തൊള്ള തുറക്കുന്നത് ചോദിക്കുന്നതിന് മുമ്പ് നീരജ തന്നെ എന്ത് വേണോ, നിങ്ങൾ അപരാധങ്ങൾ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് നീരജ എന്തിനാണ് അപ്പോൾ ആൾക്കാർ ഇത് വിമർശിക്കുന്നെങ്കിൽ. എന്തായിരുന്നാലും നീരജയെ വ്യക്തിപരമായിട്ട് ഒരൊറ്റ യൂട്യൂബേഴ്സോ ഇൻസ്റ്റഗ്രാമിലുള്ള മറ്റ് ഇതിനെക്കുറിച്ച് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സോ ഒരൊറ്റ വ്യക്തികൾ, ഒരാൾ പോലും വ്യക്തിഹത്യാപരമായിട്ടുള്ള നിങ്ങൾക്ക് എതിരെയുള്ള പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും ആരും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് ഇതുമായിട്ടുള്ള അഫക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അമല്, അതുപോലെ തന്നെ ബ്ലസൻ, അതുപോലെ UK എക്സ്പ്രസ്, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ UK സ്കാം അഥവാ ഈ പറയുന്ന വിസ സ്കാമിനെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അതല്ലാതെ ആരെങ്കിലും നിങ്ങളെ വ്യക്തിഹത്യ ചെയ്തോ? ഇവരൊക്കെ പറയുന്നത് മറ്റേ പുച്ഛിച്ചു മറ്റത് ചെയ്യുന്ന പറഞ്ഞ് എന്തിനാണ് പറയുന്നത്? ആ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഇവരെല്ലാവരും സംസാരിച്ചിരിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. UK ആ വിസയുടെ കാര്യത്തെക്കുറിച്ച് ഈ പറയുന്ന ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷേ അത് അറിയുന്ന ആൾക്കാരെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്, അവരെയും കളിയാക്കുന്നു. ഓക്കെ, ഞാൻ അപ്പം എന്തൊക്കെയാണ് എനിക്ക് രസകരമായിട്ട് തോന്നിയ കുറച്ച് തംബ്ലൈനുകളാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ ഇങ്ങനെ പറയാൻ പാടില്ല. എത്രയോ K ഫോളോവേഴ്സ് ഉള്ള ഒരാളിങ്ങനെ പറയാൻ പാടില്ല. തമ്പ് ലൈൻ അല്ല. ഇനി തമ്പ് പേര് ഇനി ആ തമ്പ് ലൈൻ എന്നാക്കി മാറ്റുമെന്ന് അറിയത്തില്ല. തമ്പ് ലൈൻ അല്ല, തമ്പ് നെയിൽ എന്നാണ് പറയുന്നത്. തമ്പ് നെയിൽ, അത് തമ്പ് ലൈൻ എന്നല്ല. ഇനി തമ്പ് ലൈൻ എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ ഇനി അത് എൻ്റെ അറിവില്ലായ്മയാണ്. ഞാനത് അറിയുന്ന ആൾക്കാർ പറഞ്ഞു തരിക. കാരണം എൻ്റെ അറിവിൽ തമ്പിനെയിലാണ്. ഓക്കെ, തമ്പ് ലൈൻ അല്ല. ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് പഴകിയതായിരിക്കും. ഇത്രയും വളരെയധികം ഫോളോവേഴ്സ്, K കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ആ തെറ്റാണെങ്കിൽ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് വിട്ടേക്കും. അതല്ല, ഞാൻ പറഞ്ഞ് തിരുത്തേണ്ടതാണെങ്കിൽ അതൊന്ന് തിരുത്തുക, ശ്രദ്ധിക്കുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീരജ മടങ്ങി നാട്ടിലേക്ക്. ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് UK ഇരുന്നുകൊണ്ടാണ്. ഈ നീരജയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങിയത്. നീരജ അമ്മൂസിന്റെ ജോലി പോയി, കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക്. അങ്ങനെ അഹങ്കാരം തീർന്നു. അടുത്തത്, നീരജയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, ഇനി UK കാലുകുത്താൻ പറ്റില്ല. അടുത്ത ആൾ, നീരജ പെട്ടു, UK വിസ തട്ടിപ്പുകാരി അറസ്റ്റിൽ. ഇത്രയും നേരം ജോലി പോയെന്നായിരുന്നു, ഇപ്പോൾ ഒരാൾ അറസ്റ്റിൽ. പിന്നെ പാവങ്ങളെ പറ്റിച്ചതും പോരാ, എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയും ചെയ്യണം. തട്ടിപ്പിന്റെ തെളിവുകൾ പുറത്ത്. നീരജ അമ്മൂസ് എക്സ്പ്ലെയിൻ ദ വീഡിയോ. ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. അടുത്തത്, ഈ ആൾക്കാരെല്ലാം ക്രിയേഷൻസ് എന്നൊക്കെ പറഞ്ഞത്, ഇത് നീരജ അമ്മു എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു ഇൻഫ്ലുവൻസർ, ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തും യൂട്യൂബിൻ്റെ അകത്തൊക്കെ ഉള്ളൊരു നീരജ അമ്മൂസിനെ അടുത്ത ദിവസം മുതൽ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കാം. അവർ ജീവിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാ ഈ മറ്റേ യൂട്യൂബിൻ്റെ അകത്ത് ഞാനടക്കമുള്ള ആൾക്കാരൊക്കെ വീഡിയോ ചെയ്യുന്നില്ല ആൾക്കാർ എല്ലാവരും കൂടെ തീരുമാനമെടുത്തു. രഹസ്യമായിട്ടുള്ള തീരുമാനമായിരുന്നു. ആ കോൺസ്പിറസിയുടെ അകത്ത് വെച്ചിട്ട് തീരുമാനമെടുത്തതിന് ശേഷം അജണ്ടാപരമായിട്ട് ഇന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമുക്കങ്ങ് നാളെ മുതൽ വീഡിയോ ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞ് എല്ലാവരും ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഒന്നും അറിയാത്ത ഒരു പാവപ്പെട്ട UK ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്ത് നെടുമങ്ങാട് നിന്നും അവിടേക്ക് ജോലി ചേക്കേറിയ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടത്തോടെ ആക്രമിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ജോലി അടക്കം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യത്തോട് ചെയ്തൊരു പരിപാടിയാണ്. കാരണം ആ കുട്ടീനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. ആ നീരജയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീരജ എന്തായി പറയുന്നത്? നീരജയുടെ കയ്യിൽ നിന്ന് പോയൊരു മിസ്റ്റേക്ക് ആ വിഷയം പോലും പബ്ലിക് അറിയുന്ന ആര് വഴിയാണ്? നീരജ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. നീരജയുടെ ഒരു വീഡിയോ കണ്ടിട്ടില്ല ഞാനൊക്കെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. സ്വന്തം ചാനലിൻ്റെ അകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെൻ്റെ ഒരു Q&A സെക്ഷൻ പോലെ ഒരു വീഡിയോ ഇട്ടത്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഞാനാണെന്നൊന്നും ആ സാധനം പിക്ക് ചെയ്തത്. ആ ഒരു സാധനത്തിന് ശേഷം ഇത്രയും നാൾ നിങ്ങൾ എത്ര വീഡിയോ ഇട്ടു? ആ വീഡിയോസ് നിങ്ങൾ മറുപടിയായിട്ടും നിങ്ങൾക്ക് മറുപടിയായിട്ടും പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. നീരജ, എന്തിനാ ഇത്ര അഹങ്കാരം കുട്ടി? എന്തിനാണ്? എന്തൊക്കെ ഉണ്ടാക്കിയാണെങ്കിലും നിങ്ങൾക്ക് തെറ്റ് പറ്റി എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾ വിട്ടേക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നിങ്ങളൊരു തെറ്റുകാരിയല്ല, നിങ്ങളിപ്പം നിങ്ങളുടെ ഭാഗം പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. മറിച്ച് ഈ വിമർശിക്കുന്ന ആൾക്കാർ ആ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്നുള്ള കാര്യം എവിഡൻ്റായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലേ ചോദിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കൂ, ആൾക്കാരെ പരിഹസിക്കാതിരിക്കൂ. നീരജ അമ്മൂസ് കുറ്റം സമ്മതിച്ചു, വീടും കാറും എല്ലാം നഷ്ടപ്പെട്ടു. നീരജയ്ക്കെതിരെ അമല രംഗത്ത്. നീരജ അമ്മൂസിന്റെ ജോലി പോയി, കരഞ്ഞുകൊണ്ട് നീരജ അമ്മൂസ് നാട്ടിലേക്ക്. ഇതാണ് നമ്മൾ നീരജയ്ക്കെതിരെ അമല രംഗത്ത് വന്നുകൂടായിക്കുണ്ടോ? അഥവാ അമൽ വരില്ലെന്ന് നീരജയ്ക്ക് ഉറപ്പുണ്ടോ? അതെന്താ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം? ഇത്രയും നേരം കണ്ടത്. യെസ്, നമ്മൾ ഒരു വീഡിയോ ഇടുന്നത് ഓഫ് കോഴ്സ്
കംപ്ലൈന്റ് കണ്ടിട്ട് നമുക്ക് ഉള്ളിൽ ആൾക്കാർ വന്നിട്ട് ഇത് എന്താണ് സംഭവം എന്ന് അറിയാനും ഇത് ചെയ്യുവാനും. പക്ഷേ ഈ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് പോലും എന്താണ് സംഭവം എന്നറിയില്ല. ജോലി പോയോ ഇല്ലയോ, എന്താണ് കാര്യം, എന്താണിത്, ആരോ അടിച്ചിറക്കിയ ഒരു ഫേക്ക് ലെറ്റർ. നീരജ് ആമൂസ് ഈ ഒരു കമ്പനിയിൽ ഇനി ജോലി ചെയ്യുന്നില്ല എന്ന് ആരും ഒരാൾ അടിച്ചിറക്കിയ ഫേക്ക് ലെറ്റർ വെച്ചിട്ട് ഇത്രയും പേരും ഒരു നെഗറ്റീവായിട്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുന്നു. ലൈക്ക് ജോലി പോയിട്ടില്ലെങ്കിൽ നല്ല കാര്യം. നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലീഗലായിട്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പൈസ കൊണ്ട് കളഞ്ഞ ഭ്രാന്തന്മാരും എന്ന് വെച്ചാൽ ഞാൻ അവർ ഭ്രാന്തന്മാരെന്ന് വിളിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഭ്രാന്തല്ലേ ഈ പറഞ്ഞ ഈ ഉടായ്പ ടീംസിൻ്റെ അടുത്തേക്ക് കൊണ്ട് പൈസ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ എന്തോ പറയാനാ, നഷ്ടപ്പെട്ടവരിന്ന് കരയുന്നുണ്ട് മോകുന്നുണ്ട്, അവരെ ഭ്രാന്തന്മാരെന്നല്ല പിന്നെ എന്താ വിളിക്കുക അല്ലേ? അവർ ഹതഭാഗ്യർ തന്നെയാണല്ലോ. എന്തായാലും നേരായ വഴിക്ക് പോകാനുള്ള വഴി ഇല്ലാതെ വേറൊരു വഴി കൂടെ പെട്ടെന്ന് പോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുകൊടുത്ത പൈസയും പോയി, അവസാനം നാണക്കേട് മിച്ചം, കേസും കൊടുക്കാൻ പാടില്ല, കേസ് കൊടുത്താൽ ഇവർക്കും കുറ്റമാവും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റോറി ഇട്ടു. കഴിഞ്ഞ വോയിസിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതിൻ്റെ ഇടനിലക്കാരി മാത്രമായിരുന്നു, ഇടനിലയ്ക്ക് നിന്നു, അതുവഴി പൈസ മറ്റാളുടേക്ക് പോയെന്നുള്ള കാര്യം പറഞ്ഞു. എനിക്ക് വല്ല പൈസ കിട്ടിയിട്ടാണ് ഞാൻ കേൾക്കുന്നെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതേ നീരജയാണ് ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഈ ഒരു ലെറ്റർ ആണ് ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റർ ഫസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഫെബിൻ സിറിയാക്ക് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അയാളുടെ പേര്, പ്രൊഫൈൽ ഞാൻ നോക്കിയില്ല. പക്ഷെ അതിൽ നിന്ന് അയാൾ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്തതിനു ശേഷം അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. ഞാൻ ഈ ഫെബിൻ സിറിയാക്ക് എന്ന് പറഞ്ഞ ആ വ്യക്തിയെക്കുറിച്ച് എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വളരെയധികം മാന്യനായിട്ടുള്ള ഏതൊരു വ്യക്തിയാണെന്നുള്ള രീതിയിലേക്കാണ് പുള്ളിക്കാരനെ കുറിച്ച് വളരെ ഇതായിട്ടാണ് പലരും പറഞ്ഞത്. അദ്ദേഹത്തിന് സാർ എന്നുള്ള ഒരു അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടു. സാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് വളരെ സംഭവമൊന്നുമല്ല. ആ ഒരു അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന പല ആൾക്കാരും വളരെ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത് കണ്ടത്. അതുകൊണ്ടൊരു നല്ലൊരു മനുഷ്യനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോഴും. ആ പുള്ളിയുടെ ആ പോസ്റ്റിൻ്റെ അകത്ത് പോലും ആ പുള്ളിയുടെ പോസ്റ്റ് ഞാൻ വായിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അയാൾ അതിനകത്തൊരു മോശമായിട്ടൊരു വാക്ക് പോലും പറയുന്നില്ല. ഇവിടെ എന്തോ ഇത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കെയർ വിസ കച്ചവടം നടത്തുന്നതിനെ പറ്റിയുള്ള വീഡിയോസുകളാണ് സോഷ്യൽ മീഡിയ മുഴുവനും. നീരജ് ഇതിൽ തെറ്റുകാരിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UK പോലുള്ള രാജ്യത്ത് പൈസ വാങ്ങി വിസ നൽകുന്നതും അത് പരസ്യം ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ വരുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. തെറ്റാർക്കും പറ്റാം. തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ മാപ്പ് പറയുക എന്നതാണ് മാന്യത. അല്ലാതെ സോഷ്യൽ മീഡിയ വന്നിരുന്ന വെല്ലുവിളിക്കുന്നത് ശരിയല്ല. വെല്ലുവിളി എന്തായാലും മലയാളികൾ ഏറ്റെടുത്തു. ഒരു സൈഡിൽ നിന്നും പണി തുടങ്ങിയിട്ടുണ്ട്. നീരജെ കുറിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പരാതി അയച്ചു. ആളുകളിൽ കിട്ടിയ മറുപടിയാണ് ഇത്. വായിച്ചിട്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നി ഉണ്ട്. ജോലി സ്ഥലത്തുള്ള എന്തോ ഒളിപ്പിക്കുന്നതായി തോന്നുന്നു. മിക്കവാറും ഇവരും ക്യാഷ് മേടിച്ചിട്ടുണ്ടായിരിക്കാം നീരജെ ജോലിക്ക് എടുത്തത്. UK പോലുള്ള രാജ്യത്ത് ഒരു മര്യാദയും കാണിക്കാതെ മലയാളികളെ പറ്റിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ്. മലയാളി പൊളിയാണ്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നാണ് ഈ ഒരു സംഭവം, ഈ ഒരു ലെറ്റർ അയച്ചിട്ട് ആ പുള്ളിക്കാരൻ അടിയിലിട്ടേക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ലെറ്റർ എന്റെ ഹോമിന്നോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്നോ വേറൊരാൾക്ക് അയച്ചിട്ടില്ല. അതിൽ ഞാൻ എന്റെ ഹോമുമായിട്ട് ഞാൻ മെയിൽ അയച്ച സമയത്ത് അവർ എനിക്ക് തന്ന ഒരു മെയിലാണിത്. ഇങ്ങനെ ഒരു ഹോമിൽ നിന്ന് ഇങ്ങനെ ഒരു ലെറ്റർ പുറത്തയച്ചിട്ടില്ല. അവരുടെ ഫോൺ ഇതല്ല. ഇങ്ങനെ ഒരു ലെറ്റർ പ്രചരിപ്പിക്കുന്നതിനെതിരെ അവർ കേസ് കൊടുക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്കെതിരെ ഹറാസ്മെന്റ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളും കേസ് കൊടുക്കണം എന്നാണ് എന്റെ ഹോമുകാർ പറയുന്നത്. പിന്നെ ജോലി നഷ്ടപ്പെട്ടോ ഇല്ലയോ, നീരജ് അമ്മൂസിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. നീരജ് അമ്മൂസ് ഇപ്പം ഇൻവെസ്റ്റിഗേഷനിലാണ്, അതായത് സസ്പെൻഷൻ. ഇപ്പൊ ഞാൻ പറയാലോ, എന്റെ ഹോമിൽ നിന്ന് കഴിഞ്ഞ ദിവസം എന്നെ ഇൻവെസ്റ്റിഗേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, അത് കഴിഞ്ഞ ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നീരജയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ താഴെ വിളിച്ചത്. താഴെ വിളിച്ചിട്ട് എന്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ച ചോദ്യം, നീരജ് വിസ തട്ടിച്ചോ, നീരജ് ഇത്രയും പേരുടെ പൈസ കള്ളിയാണോ, നീരജ് വിസ ഡീൽ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് ആ പൈസ കൊണ്ടാണോ ജീവിക്കുന്നത്? ഇതൊന്നുമല്ല. എന്റെ അടുത്ത് ചോദിച്ചത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു യെസ്. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു യെസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു എന്ത് ബേസ്ഡാണ്? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഹോബിയാണ്, ഫിറ്റ്നസ് മെയിൻ അല്ലെങ്കിൽ എൻ്റെ ഹോബി റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ ഫൈൻ. എന്തെങ്കിലും കിട്ടിയോ? ഞാൻ പറഞ്ഞു 5 പൈസ കിട്ടിയിട്ടില്ല. വേൾഡ് കപ്പ് കളിക്കാൻ പോയപ്പോഴാണെങ്കിലും ഇന്റർനാഷണൽ കളിക്കാൻ പോയപ്പോഴാണെങ്കിലും BK അതൊക്കെ 3 ഗെയിമേ വേൾഡ് കപ്പ് UK കളിച്ചിട്ടുള്ളൂ. ഈ 3 ഗെയിം കളിക്കാൻ പോയ സമയത്തും ഒരു 5 പൈസ കിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് ചിലവാകുന്നതല്ലാണ്ട് 5 പൈസ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? എന്ത് ബെനിഫിറ്റ്? ഈ സാധാ എല്ലാവരും ചോദിക്കുന്ന ഈ വേൾഡ് കപ്പ് കളിച്ചില്ല, അപ്പോൾ UK അവർ മന്ത്രിയാക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒരു ബെനിഫിറ്റും ഇതിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടി, ഞങ്ങൾ കളിച്ചു. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നീരജയ്ക്കെതിരെ ഇങ്ങനെ കുറേ മെയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഒരു വേൾഡ് കപ്പ് കളിച്ചിട്ട് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം ദരിദ്ര രാഷ്ട്രമാണെന്ന് നോക്കണേ ആ രാജ്യം. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലൊക്കെയാണ് മത്സരം വെച്ചതും കളിക്കാനൊക്കെ പോയതും. ആ വേൾഡ് കപ്പിൽ പങ്കെടുത്തിട്ടുള്ള ആളിന് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥ, അവിടുത്തെ GDP ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നതൊക്കെ വെറും കള്ളമല്ലേ? വേൾഡ് കപ്പ് ഒരു കാര്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഇവരല്ല, ഈ കംപ്ലൈന്റ് കൊടുത്തവർ പറയുന്നത് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, രണ്ടാമത് ഇവർ പറയുന്നത് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 20 hours നമുക്ക് പുറത്ത് വർക്ക് ചെയ്യാം, അതും സെയിം കെയർ ഫീൽഡിലാണ്. ഇത്രയും നിയമങ്ങളും ഇത്രയും കാര്യങ്ങളും ഇത്രയും ഇമിഗ്രേഷൻ റൂൾസും സ്റ്റാറ്റസും ഒക്കെ അപ് ടു ഡേറ്റ് നോക്കിയിരിക്കുന്ന ഈ പറയുന്ന പ്രശസ്തമായ ആൾക്കാരും അറിഞ്ഞില്ലേ നിയമം മാറിയത്?
ഇപ്പോഴത്തെ UK ഇമിഗ്രേഷൻ റൂൾ പ്രകാരം കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 20 hours പുറത്ത് സെയിം കെയർ ഫീൽഡിൽ അല്ലാണ്ട് മിഡിൽ ജോബ് ഏത് വേണമെങ്കിലും ചെയ്യാം. അതിൽ 163 സംതിങ് പ്രകാരം മിഡിൽ ജോബിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് ഇൻകം വരാൻ പറ്റും. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി എന്റെ സെൽഫ് എംപ്ലോയ്മെന്റിൽ ഞാൻ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്നും അറിയാണ്ടാണ് പരാതി ചെയ്യുന്നതും കംപ്ലൈന്റ് കൊടുക്കുന്നതും മെയിൽ അയക്കുന്നതും നീരജ പ്രൊമോഷൻ ചെയ്യുന്നു, പൈസ വാങ്ങുന്നു, അതൊന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്റെ ടാക്സ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എന്റെ നാട്ടിൽ കിട്ടുന്ന വരുമാനമാണെങ്കിൽ പോലും ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കംപ്ലൈന്റുകൾ കൊടുത്തിട്ട് കുറെ പേരുടെ കണ്ണാടിയെ കുറിച്ചൊരു കാർ ഇരുന്നിട്ട് ചേട്ടാ പറയും എന്തൊക്കെ വന്നാലും എന്റെ കണ്ണ് താഴത്തില്ല, ഞാൻ മുകളിലോട്ട് നോക്കി തന്നെ സംസാരിക്കും. എനിക്ക് ഒന്നും പറയാനില്ല. ആക്ച്വലി നീരജ ഇപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നീരജ അവിടെ പറയുന്ന കാര്യങ്ങളിൽ അൺഎത്തിക്കലായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. എത്തിക്കലായിട്ടുള്ള രീതിയിലും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലും നിങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തു പോകുന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ നീരജയ്ക്ക് ഒരു ഭയപ്പെടേണ്ട കാര്യമില്ല. നീരജയ്ക്ക് ഇത്തരം വീഡിയോസ് ഇടേണ്ട കാര്യമില്ല. ഈ പറയുന്ന സോഷ്യൽ മീഡിയക്കകത്ത് ആരും വന്ന് ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിന് മറുപടി പറയേണ്ട കാര്യമില്ല. എന്തിനാണ് നീരജ മറുപടി പറയുന്നത്? നീരജ തന്നെ തുടക്കത്തിലിട്ട വീഡിയോയ്ക്കകത്ത് നീരജ പറയുന്നു, ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വാട്സാപ്പിൽ സ്റ്റോറി മാത്രമേ ഇട്ടുള്ളൂ. രണ്ടാമത് നീരജയുടെ ഇപ്പോൾ ഇതിന് മുമ്പ് ഇറങ്ങിയ വീഡിയോയ്ക്കകത്താണെങ്കിൽ നീരജ പറഞ്ഞു, എനിക്ക് എന്താ പറയുക, ഞാൻ ഇതിനകത്തൊരു മീഡിയേറ്റർ ആയിരുന്നു. അതിൻ്റെ തുടക്കത്തിൽ നീരജ പറയുന്നുണ്ട്, വല്ല പൈസ വല്ലതും കിട്ടിയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ നീരജയോട് ചോദിക്കുന്നു, ഈ ഒരു വിസയുടെ പരിപാടി ഉണ്ടല്ലോ, അതിനകത്ത് ₹1 കിട്ടിയെന്ന് വിചാരിച്ചോ, ഒരു 10 രൂപ കിട്ടിയെന്ന് വിചാരിച്ചോ, 100 രൂപ ആയിക്കോട്ടെ. അപ്പം അങ്ങനെ കുറച്ച് പൈസ കിട്ടി. അപ്പം ആ കിട്ടിയിരുന്നെങ്കിൽ നീരജ തെറ്റുകാരിയാണെന്ന് നീരജ സമ്മതിക്കുമോ? അതായത് ഇപ്പോൾ പൈസ കിട്ടാത്തത് കൊണ്ട് തെറ്റുകാരിയല്ല, പൈസ കിട്ടിയിരുന്നെങ്കിൽ തെറ്റുകാരിയാണ് എന്ന് വിചാരിക്കുമോ? ഇതൊരു ചോദ്യമാണേ. നീരജ ഇതൊക്കെ പറഞ്ഞ് എവിടെയൊക്കെയോ പോകുന്നു. നീരജ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല സമൂഹം സംസാരിക്കുന്നത്. നിങ്ങൾ കാരണം കുറച്ച് ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട്. ആ പൈസ തിരിച്ചു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതുമായിട്ട് നിങ്ങളുടെ കൂട്ടാളികളായിട്ടുള്ള ആൾക്കാർ ഒളിവിലാണെന്നുള്ള കാര്യങ്ങളടക്കം നിങ്ങൾ വന്ന് പറയുന്നു. നിങ്ങൾ വളരെ വൈകാരികമായിട്ട് സംസാരിച്ചതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഇപ്പം നിങ്ങൾ വന്നത് കുറച്ച് മയത്തിൽ സംസാരിക്കുന്നു. അതിനകത്തൊരു ചെറിയൊരു അയവ് വന്നിട്ടുണ്ട് സംസാരത്തിൽ. വളരെ നല്ല കാര്യം, അതങ്ങനെ വേണം. പക്ഷേ നിങ്ങളിപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടുത്തെ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ജോലി പോകണമെന്നൊന്നും എനിക്കൊരു താല്പര്യമില്ല കേട്ടോ. ഒരാൾ കഷ്ടപ്പെട്ട് ജോലി നേടിയിട്ടുള്ളത് ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള, അപ്പം കഷ്ടപ്പെട്ട് പോകുന്ന ഒരാളുടെ ജോലി എന്ന് പോകണം ഞാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൂട്ടുകച്ചവടമോ കൂട്ടാളികളുടെ കൂടെയൊക്കെ പങ്കുചേർന്ന് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പറ്റിപ്പോയതും ആവാം. എന്തും ആയിക്കോട്ടെ, പറ്റിപ്പോയി. അപ്പോൾ അതിന് ശേഷം വന്നിരുന്നിട്ട് ഈ സംസാരിക്കുന്നതിനകത്ത് മുഴുവൻ ഞാൻ എൻ്റെ കയ്യിലൊരു കറയും പുരണ്ടിട്ടില്ല. അഥവാ കറ പുരളണമെങ്കിൽ എനിക്ക് ഞാൻ ചെയ്തതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് പല പൈസ കൈ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കറ പുരളൂ എന്ന് പറയുന്നത് എന്താണ്? തൊട്ടടുത്ത് നിൽക്കുന്നവർ ഒരുത്തൻ വെട്ടി വീഴ്ത്തുന്നു, ഇപ്പുറത്ത് നിൽക്കുന്നവൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു, അവൻ്റെ കൂട്ടാളി തന്നെയാണ്, അവനാണെങ്കിൽ കത്തിയെടുത്ത് കൊടുത്തേ ഉള്ളൂ, മറ്റവൻ വെട്ടിക്കൊന്നു. അപ്പം ഈ കത്തിയെടുത്ത് ഞാൻ കൊടുത്തതേ ഉള്ളൂ, ഞാൻ വെട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ന്യായമാണോ? നീരജ അമ്മൂസ് ചെയ്യുന്നത് കുറ്റകൃത്യമാണ്. കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പെയ്ഡ് പ്രൊമോഷൻസ് ഞാൻ അത് ഇപ്പം എടുത്ത് മാറ്റിയാണ്, പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഉടനെ തിരിച്ചു വെക്കും. ഈ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് പെയ്ഡ് കൊളാബറേഷൻസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇൻകം വരാൻ പാടില്ല. ചേട്ടാ ഞാൻ ഓൾറെഡി കമ്പനി രജിസ്റ്റർ ചെയ്ത് ടാക്സ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ചേട്ടാ. അപ്പൊ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിനൊന്നും പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചു? ഇത് ഈ പറയുന്ന പുള്ളിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അല്ല നീരജ പറയാതെ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? പറയണ്ട എന്ന് പറഞ്ഞാൽ പറയണം. നീരജ പറയാതെ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? കമ്പനി നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ നീരജ പറയാതെ എങ്ങനെ അറിയും? നീരജ ആദ്യം എന്ന് പറഞ്ഞ് ഞാൻ ഇതെല്ലാം റിമൂവ് ചെയ്യാം, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ വന്നിട്ടുണ്ട് തെളിയിക്കാൻ. നീരജയുടെ അക്കൗണ്ട് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുന്നത്? നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു, ശരി, ഓക്കെ, നീരജ അമ്മൂസ് ആൾക്കാരെ പറ്റിച്ച്, നീരജ അമ്മൂസ് ആ പൈസ കൊണ്ട് ജീവിച്ച്, എന്തെങ്കിലും എനിക്ക് കിട്ടിയോ? ₹1 എനിക്ക് കിട്ടിയോ? നിങ്ങളുടെ എല്ലാവരും ആഗ്രഹപ്രകാരം നീരജ അമ്മൂസിന്റെ ജോലി പോവുകയാണെങ്കിൽ ജോലി പോവും. പക്ഷെ അത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നീരജ അമ്മൂസ് ഒരു വിസ സ്കാം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാരെ പൈസ കൊണ്ട് ജീവിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്ന പോലുള്ള റീസൺ കൊണ്ടല്ല. നീരജ അമ്മൂസിന്റെ ജോലി പോവുകയാണെങ്കിൽ പോകുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അപ്പോൾ നീരജയുടെ ജോലി കളയുക എന്നുള്ള ലക്ഷ്യമോ, നീരജ എന്നുള്ളൊരു വ്യക്തിയെ ടാർണിഷ് ചെയ്യണമെന്നുള്ള ലക്ഷ്യമോ നീരജയെക്കുറിച്ച് എന്നോട് സംസാരിച്ച ഒരാൾക്കാർ പോലും പറഞ്ഞിട്ടില്ല. നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത ആൾക്കാർ പോലും നിങ്ങൾ നശിക്കണമെന്നുള്ള രീതിയിലല്ല അവർ സംസാരിച്ചിട്ടുള്ളത്. ഈ ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യുന്നത് കുറേ അധികം ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട്, ഇതുപോലുള്ള സ്കാമുകൾ നടക്കുന്നുണ്ട്. ഇതൊരു ശരിക്കും ഒരു അവയർനെസ് ആയിട്ട് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തണം. ഇതിനകത്ത് നിങ്ങളും ചിലപ്പോൾ ഒരു കൾപ്രിറ്റല്ല എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളപ്പോൾ നിരപരാധിയാവണമല്ലോ. അപ്പോൾ നിങ്ങളടക്കമുള്ള ആൾക്കാർ ഇനി ഇതുപോലെ പെട്ടുപോകാൻ പാടില്ലല്ലോ. അപ്പോൾ സമൂഹത്തിൻ്റെ അകത്ത് ആ ഒരു സോഷ്യലായിട്ട് ഈ കാര്യം അറിയേണ്ട ആവശ്യമുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ.
അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കിന് നിങ്ങൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു എനിക്ക് എന്തെങ്കിലും ജോലി അഥവാ പോവുകയാണെങ്കിൽ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്നൊക്കെ പറയുന്നു. എന്തായിരുന്നാലും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നുള്ള കാര്യത്താണ് കമൻറ്റ് ബോക്സിൽ ചെയ്യപ്പെടുന്നത്. ഞാൻ എപ്പോഴും അറിയുന്നത് ഇവരുടെ ജോലി പോയി എന്നുള്ളതാണ്. ജോലി പോയാൽ ഞാൻ എപ്പോഴും പറഞ്ഞു ജോലി പോകണമെന്ന് ആഗ്രഹം എനിക്കില്ല, ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒരാൾ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ അന്യരാജ്യത്ത് നേടിയ ജോലിയൊന്നും പോകുന്ന അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. ഇവർ മാത്രമല്ല, ഇനി നമ്മളെപ്പോഴും മനസ്സിലാക്കണം, എൻഡിൽ ഞാൻ പറയുന്നൊരു കാര്യം, ഇവർ മാത്രമല്ല, ഇതിപ്പോൾ ഈ നീരജയിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന കാര്യങ്ങൾ. നീരജ മാത്രമല്ല, ഇതുപോലെ 100 കണക്കിന് ആൾക്കാർ ഇതിനെക്കാട്ടിൽ അപ്പുറം ഉടായ്പ ഈ പറഞ്ഞ രാജ്യത്ത് തന്നെ നടത്തുന്നുണ്ട്, നമ്മുടെ മലയാളിയിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ ഇതൊരു നീരജയിലേക്ക് മാത്രം ഒതുങ്ങേണ്ട വിഷയവുമല്ല. ആ മറ്റുള്ള ആൾക്കാർ നീരജ കാരണം ശരിക്കും പറഞ്ഞാൽ ഹൈഡ് ചെയ്ത് നിൽക്കുന്നു, അവരുടെ കാര്യങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തില്ലാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. സോ ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന. ബൈ.